ഹായ്, ഞാൻ സോണിച്ചൻ വാദപ്പള്ളി. വെൽക്കം ടു അനദർ എപ്പിസോഡ്. അപ്പോൾ നമ്മുടെ ഔലോസ് ഉണ്ട നമ്മുടെ നാട്ടില് എന്താ പറയുക, ആൾക്കാരെല്ലാം മറന്നുപോയ സംഭവമാണ്. പണ്ട് കാലത്ത് നമ്മുടെ ഒരു നല്ലൊരു ഫുഡായിരുന്നു. ഫുഡ് എന്ന് പറഞ്ഞാൽ സ്നാക്കായിരുന്നു. പണ്ട് കാലത്ത് നമ്മുടെ അമ്മച്ചിമാരെല്ലാം ഇതുണ്ടാക്കി ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുമായിരുന്നു, ഇങ്ങനെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ കൊടുക്കാനായിട്ട്. ഓക്കെ, അങ്ങനെ ഉണ്ടാക്കി സൂക്ഷിച്ചിരുന്നതാണ് നമ്മളെല്ലാം ഇടയ്ക്കൊക്കെ പോയി കട്ട് ചെയ്യുന്ന സംഭവം. അതാണ് നമ്മുടെ ഔലോസ് ഉണ്ട. ഇന്നിപ്പോ നമ്മുടെ ആൾക്കാരെല്ലാം പല രാജ്യങ്ങളിലേക്ക് കുടിയേറിപ്പോയി. നാട്ടിൽ പോകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരാറുണ്ട്. പക്ഷെ നാട്ടിലെ ആൾക്കാരില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീട്ടിൽ, അന്യ നാട്ടിലായാലും ശരി, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഔലോസ് ഉണ്ട എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഔലോസ് ഉണ്ടയ്ക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 പൗണ്ട് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 2 പൗണ്ട് തേങ്ങാപ്പീര. ഇത് ഫ്രഷ് ഫ്രോസൺ തേങ്ങാപ്പീര വാങ്ങിച്ച് നമ്മൾ ഡീഫ്രോസ്റ്റ് ചെയ്തെടുത്തതാണ് തേങ്ങാപ്പീര. ഓക്കെ, പിന്നെ 1 പൗണ്ട് ശർക്കര എടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ഉണ്ട ശർക്കരയാണ്, കരിപ്പടി ശർക്കര. പിന്നെ നമുക്ക് ഏലക്കാപ്പൊടി, ചുക്കുപൊടി, ജീരകം, ബട്ടർ, ആവശ്യമുള്ള ഉപ്പ്, പിന്നെ ഇവിടെ വെള്ളമുണ്ട്. ഈ അരിക്കകത്തേക്ക് ആദ്യമേ നമ്മൾ നമ്മുടെ എന്താ പറയുക, ജീരകവും തേങ്ങയും കൂടി മിക്സ് ചെയ്യണം. തേങ്ങാപ്പീരയും ജീരകവും കൂടി കൈകൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്. ജീരകവും തേങ്ങയും കൂടി കാണാൻ നല്ല രസമുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് നമ്മുടെ ഈ തേങ്ങ ജീരകം മിക്സ് ഇടാം. മിക്സ് ചെയ്യാം. ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച പൊടിയായതുകൊണ്ട് ഇത് വളരെ ഡ്രൈ ആണ്. പച്ചപ്പൊടിയാണ്, വറുക്കാത്ത പൊടിയാണ്. അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് 1/2 കപ്പ് വെള്ളം ചേർക്കുന്നു. 1/2 കപ്പ് വെള്ളമാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പൊടി ഇവിടെ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞു 1/2 കപ്പ് വെള്ളം എന്നാണ് പറഞ്ഞത്, പക്ഷെ 1/2 കപ്പ് ഒഴിച്ചിട്ട് ശരിയായില്ല. പിന്നെ ഞാൻ ഒരു 1/2 കപ്പ് പൊടി ഒഴിച്ചു. അപ്പോൾ ടോട്ടൽ 1 കപ്പ്. കാരണം പൊടി വളരെ ഡ്രൈ ആയതുകൊണ്ട് അത് 2.5 കപ്പ് വേണ്ടി വന്നു, എന്ന് വെച്ചാൽ 1 കപ്പ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പുട്ടിന് പൊടി കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കുക. പിന്നെ നിങ്ങൾ ഇതിപ്പോൾ ഞാൻ ഷോയിലായതുകൊണ്ടാണ് ഇങ്ങനെ ഗ്ലാസ് പാത്രം എടുത്തിരിക്കുന്നത്. വേറെ പാത്രം ഉണ്ടായിരുന്നു, അത് മുകളിലായി പോയി. നിങ്ങൾ കുഴയ്ക്കുമ്പോൾ കുറച്ചൊരു മുഴുത്ത പാത്രം എടുക്കുക കേട്ടോ. ഇപ്പം ഷോയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ഇങ്ങനെ എടുത്തതാണ്. ഒരു വലിയ പാത്രത്തിൽ നിങ്ങൾ കുഴയ്ക്കുക. ഓക്കെ, അപ്പം നമുക്കിത് വയ്ക്കാം. കുറച്ച് നേരം ഇരുന്നത് ഒന്ന് ശരിയാകട്ടെ. മെയിൻ ടൈം നമുക്ക് ഓക്കെ ഒരു പ്ലേറ്റ് എടുത്ത് അടച്ചു വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ശർക്കര പാനിലേക്ക് കിടക്കാം. ഞാൻ ഓക്കെ, ഞാൻ ഇതിനകത്തേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. ഇപ്പോൾ വെള്ളം ഒഴിച്ചു, തീ കൊടുക്കാം. നോക്കൂ, നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഓക്കെ, നോക്കി മാറ്റിയിരിക്കാം. അപ്പോൾ നമ്മുടെ ഉരുളി ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇതിപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ 2ാമത്തെ പ്രാവശ്യമാണ് ഞാനിപ്പോൾ ഔലോസ് പൊടി വറുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തടിയുടെ സ്പൂൺ കൊണ്ടാണ് ഇളക്കാൻ നോക്കിയത്, പക്ഷെ മൂട്ടി പിടിക്കും ചെറുതായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു
മെറ്റലിൻ്റെ ഒരു സ്പൂണാണ് വേണ്ടത് ഇളക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നമ്മളിവിടെ തട്ടിപ്പൊത്തി വെച്ചിരിക്കുന്ന നമ്മുടെ പൊടി നമുക്ക് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാം. ഇതിനകത്തേക്ക് ഇടാം. അപ്പോൾ നമ്മൾ തീ കൊടുത്തു. നമ്മുടെ അരിപ്പൊടി ഉരുളിയിലാണ്. ഇനി അങ്ങോട്ടൊരു എന്താ പറയുക, ഒരു ഇളക്കാണ്. ഓക്കെ, ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഇത് ഇളക്കണം. ഈ പാത്രത്തിൽ നിന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മളത് മീഡിയത്തിലേക്ക് ഇടണം, അല്ലെങ്കിൽ ശരിയാകത്തില്ല. ഓക്കെ, നമ്മൾ മീഡിയത്തിലേക്ക് ഇട്ടു. കാരണം വെച്ച് കഴിഞ്ഞാൽ ചെറിയ തോതിൽ മൂത്തിപ്പിടിക്കാൻ തുടങ്ങി. നോക്കൂ, നല്ല ഗോൾഡൻ ബ്രൗൺ ആയി. ഇത് ഇപ്പം ഞാൻ ഏതാണ്ട് ഒരു 35-40 മിനിറ്റ്സ് ഇപ്പോൾ കണ്ടിന്യൂസ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഗോൾഡൻ ബ്രൗൺ ആയി. ഇനി നമ്മളിത് എടുക്കാൻ പോവാണ്, തീ ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് ഇടയ്ക്ക് കരിയുന്നു തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തീ അഡ്ജസ്റ്റ് ചെയ്യാം. തീ കൂട്ടിയും കുറച്ചും കണ്ടിന്യൂസ് ഇളക്കും, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. കരിഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് വ്യത്യാസം വരും. ചെറിയ കരിവൊന്നും അറിയത്തില്ല എങ്കിലും പക്ഷേ ടേസ്റ്റ് വരുമ്പോഴത്തേക്കുണ്ടല്ലോ ടേസ്റ്റ് വ്യത്യാസമാവും. അതൊക്കെ കണ്ടില്ലേ, കുറച്ച് വെളുത്ത കട്ടകൾ കണ്ടില്ലേ, അത് നമ്മളിപ്പോൾ അരിച്ചെടുക്കും. അരിച്ചെടുത്തിട്ട് അവനെ പൊടിക്കും. എന്നിട്ട് അതായിരിക്കും ആദ്യം പാനിയിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ബാക്കി ശരിയായിക്കോളും. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പാനിക്കകത്ത് ചെല്ലുമ്പോൾ അത് ശരിയായിക്കോളും. അപ്പോൾ ഞാൻ ഇവിടെ തീ ഓഫ് ചെയ്യാണ്. ഞാൻ ചടയേന്ന് മാറ്റുകയാണ്, അല്ലെങ്കിൽ ഇരുന്ന് മൂക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉരുളി വീണ്ടും ശരിയായിരിക്കുകയാണ്. ശർക്കരപ്പാനി നമുക്ക് അരിച്ചൊഴിക്കാം. ഓക്കെ, നമ്മുടെ ശർക്കരയുടെ പാകമായി. നമുക്ക് ഈ പൊടി ഇതിനകത്തേക്ക് ഇടാം. ഇതിലേക്ക് നമ്മുടെ പൊടികൾ ഇടാം. നമുക്കിനി ഏലക്കാപ്പൊടി തീ അല്പം കുറച്ച് വയ്ക്കാം. ചുക്കുപൊടി, അല്പം നെയ്യ്, നന്നായിട്ട് മിക്സ് ചെയ്യണം. നമുക്ക് അല്പം, ഞാൻ തീ ഓഫ് ചെയ്തു, അല്പം തണുക്കാൻ വെക്കാം. അപ്പോൾ നമ്മൾ സ്വല്പം ആറിയിട്ടുണ്ട്, നല്ല ചൂടുണ്ട്, എന്നാലും പൊടിക്ക് ആറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് നമ്മൾ ഉണ്ട പിടിക്കുകയാണേ. അത് നമ്മൾ ഈ അവലോസ് പൊടിയിലേക്ക് ഇടുകയാണ്.
അങ്ങനെ കട്ടിയായി പോകണമെങ്കിൽ ഒന്ന് ചൂടാക്കിയാൽ മതി ചെറുതായിട്ട്. ഇങ്ങനെ നമുക്കിത് ഫിനിഷ് ചെയ്യാം മൊത്തം. അപ്പോൾ നമ്മുടെ ഔലോസുണ്ട ഫൈനലി റെഡിയായി. എത്ര കിട്ടി? 2, 4, 6, 8, 10, 12, 14, 16, 18, 19, 20 പീസ് കിട്ടി. റെസിപ്പി എല്ലാം ഓൾ റൈറ്റ്. ഇത് ഞാൻ 2 പൗണ്ട് അരി കൊണ്ട്, അരിപ്പൊടിയാണ്, കടയിൽ നിന്ന് വാങ്ങിച്ച അരിപ്പൊടിയാണ്. അത് പുട്ടുപൊടിയല്ല, സദാ അരിപ്പൊടി. പിന്നെ ശർക്കര, അത് നാട്ടിലെ ശർക്കര ഇവിടെ വന്നതാണ്. അത് ഞാൻ ഉരുക്കി പാനിയാക്കി അരിച്ചെടുക്കുക ചെയ്തത്. പിന്നെ തേങ്ങാപ്പീര, അത് നാട്ടിൽ നിന്ന് വന്ന ഫ്രോസൺ തേങ്ങാപ്പീര കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത്. ഡീഫ്രോസ്റ്റ് ചെയ്ത്. അപ്പോൾ 2 പൗണ്ട് തേങ്ങാപ്പീര, 2 പൗണ്ട് അരിപ്പൊടി, 1 പൗണ്ട് ശർക്കര, പിന്നെ നമ്മുടെ ഏലക്കാപ്പൊടി, ചുക്കുപൊടി, പിന്നെ ജീരകം അതുപോലെ തന്നെ ഇട്ട് പൊടി വറുത്തത്, പിന്നെ അല്പം ബട്ടർ വേണം, പിന്നെ അല്പം ഉപ്പ് വേണം. ഇത്രയേ ഉള്ളൂ സംഗതികൾ. പിന്നെ ഞാൻ ഒഴിച്ച് ഒരു കാര്യം പറഞ്ഞായിരുന്നു, 1 കപ്പ് വെള്ളവും ഞാൻ മിക്സ് ചെയ്തായിരുന്നു. എന്നിട്ട് നമ്മുടെ പുട്ടുപൊടി നനയ്ക്കുന്ന പോലെ തന്നെ നനച്ചെടുക്കുക. അപ്പോൾ എന്നിട്ട് ഞാൻ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. ഇത്തിരി പണിയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇളക്കി നമ്മുടെ വശകെടുതി ഒരു 45 മിനിറ്റ്സോളം നമ്മൾ ഇളക്കേണ്ടതായിട്ട് വരും. കണ്ടിന്യൂസ് ഇളക്കിയില്ലെങ്കിൽ കരിഞ്ഞു പോകും. കരിഞ്ഞാൽ ടേസ്റ്റ് മാറും. അപ്പോൾ കരിയാണ്ട് ഇളക്കുക. കരിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ തീ വേഗം ലോയിലേക്ക് ഇടുക, അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ വിശ്വപ്രസിദ്ധമായ ഔലോസ് ഉണ്ട. ഓക്കെ, നിങ്ങൾക്കും ഉണ്ടാക്കാം. അപ്പോൾ ഈ പേജ്, അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കണത്. ഓക്കെ, ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കണം. ഉണ്ടാക്കി നമ്മുടെ ഈ റെസിപ്പി അത് ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്കും ഉണ്ടാക്കാം.